എന്റെ ഗതി എന്താകുമെന്ന് ആലോചിക്കുക. ശരി, മറ്റുള്ളവരുടെ മരണത്തെപ്പറ്റി നമുക്ക് ആലോചിക്കേണ്ടതില്ലേ? ഉണ്ട്, തീർച്ചയായും. എന്താ ആലോചിക്കേണ്ടത്? എന്റെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ സ്ഥിതി എന്താകും? ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ സ്ഥിതി എന്താകും? ഈ അവസ്ഥയിൽ എന്റെ മോന്, എന്റെ മോള് കാര്യമായി നിസ്കരിക്കാതെ, ഇസ്ലാമിന്റെ വേഷം ധരിക്കാതെ, പടച്ചോനെ പേടിക്കാതെ ജീവിക്കുന്ന എന്റെ മോനോ മോളോ ഇങ്ങനെ അങ്ങ് മരിച്ചാൽ ഓന്റെ സ്ഥിതി എന്താവും? പരലോകത്ത് ബർസഖിൽ എന്താവും? ഖബറിൽ എന്താവും എന്ന് ചിന്തിക്കണ്ടേ? വേണം. അതുകൊണ്ട് ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ എന്തു ചെയ്യണം? അവർക്ക് ഖബറിൽ സുഖം കിട്ടാൻ വേണ്ടതൊക്കെ ചെയ്യണം. ദുനിയാവിൽ സുഖം കിട്ടാനാണല്ലോ വലിയ വീടുണ്ടാക്കിയത്? ദുനിയാവിൽ സുഖം കിട്ടാനാണല്ലോ കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയത്? ദുനിയാവിൽ സുഖം കിട്ടാനാണല്ലോ നല്ല വിദ്യാഭ്യാസത്തിലേക്ക് മക്കളെ അയച്ചത്? ദുനിയാവിൽ സുഖം കിട്ടാൻ വേണ്ടിയാണല്ലോ ഗൾഫിലേക്ക് കയറിയത്? ശരിയാണ്. എങ്കിൽ ആഖിറത്തിലും അവർക്ക് സുഖം കിട്ടണം. അപ്പൊ ഭർത്താവിന് മരിച്ചാൽ സുഖം കിട്ടാൻ എന്ത് വേണം? ഭർത്താവിനെ തഹജ്ജുദിന് എഴുന്നേൽപ്പിക്കണം, സുന്നത്ത് നമസ്കരിപ്പിക്കണം, സുന്നത്ത് നോമ്പെടുപ്പിക്കണം, ദിക്ർ ചെയ്യിക്കണം, ഖുർആൻ ഓതിപ്പിക്കണം. ഭർത്താവിനെയും ഭാര്യയെയും മാതാപിതാക്കളെയും മക്കളെയും കൂട്ടുകുടുംബാദികളെയും ചെലവാക്കാൻ പറയണം, സദഖ ചെയ്യാൻ പറയണം. ഇതാ നല്ല കാര്യം വന്നിരിക്കുന്നു, കൊടുക്കിൻ, ചെലവാക്കണമെന്ന് പറയണം. സ്വന്തം മക്കളെ ചെലവഴിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളെ കാണാൻ കഴിയുന്നു. എന്ത്? ഇനി മോനെ നിങ്ങൾ കാണണ്ടട്ടോ, ഇതാ ചില്ലറ പിടിച്ചോളി, ഇനി മക്കളൊന്നും കാണാൻ പോണ്ട, മക്കളോടൊന്നും ചോദിക്കണ്ട എന്നല്ല. മോനെ കൊടുക്ക്, മോളെ കൊടുക്ക്, മരുവനോട് പറയണം കൊടുക്ക്, ചെലവാക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലെന്ന്. അല്ലേ? ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാകണം. സ്ത്രീധനം കൊടുക്കാനല്ല, പലിശ കൊടുക്കാനല്ല, കൈക്കൂലി കൊടുക്കാനല്ല, പടക്കം പൊട്ടിക്കാനല്ല, പട്ടം പറപ്പിക്കാനല്ല, ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുവാൻ. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിദ്യാഭ്യാസം ഉണ്ടാകണം. ഇതാ മരണാനന്തര ജീവിതത്തെപ്പറ്റി ഏറ്റവും നന്നായി ഒരുക്കം. നമ്മുടെ വസ്ത്രം നല്ലതാണ്, ഭക്ഷണം നല്ലതാണ്. എന്താ രുചി അല്ലേ? ഭക്ഷണം നന്നായി ഉണ്ടാക്കാൻ എത്ര മണിക്കൂറാ, എത്ര പണമാ? ആ ഭക്ഷണം വെക്കാൻ എത്ര നല്ല ഒരു മേശയാണ്, ഇരിക്കാൻ എത്ര നല്ല കസേരയാണ്. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാഷ് ബേസിനിൽ വെച്ചിരിക്കുന്നത് എങ്ങനെയുള്ള സോപ്പാണ്, എങ്ങനെയുള്ള ലോഷനുകളാണ്, എല്ലാം ഭംഗിയായിരിക്കുന്നു. എന്നിട്ടിറങ്ങുമ്പോൾ മുഖം കണ്ണാടിയിൽ നോക്കുന്നു. അപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? അല്ലാഹുമ്മ ഹസ്സൻ തഖൽഖി ഫഹസ്സിൻ ഖുലുഖി എന്ന് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് നമ്മൾ ഇറങ്ങുന്നു നല്ല രീതിയിൽ, നല്ല ഫോമിൽ, നല്ല രൂപത്തിൽ. ശരിയാണ്, അതാവശ്യമാണ്. പക്ഷേ മരണാനന്തര യാത്രക്ക് വേണ്ടി അങ്ങനെ ഒരുങ്ങുന്നുണ്ടോ? മരണാനന്തര യാത്രക്ക് വേണ്ടി അതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് ഒരുങ്ങുന്നുണ്ടോ? ഏറ്റവും നല്ല ഒരുക്കം, ഏറ്റവും നല്ല നമസ്കാരം, ഏറ്റവും നല്ല രീതിയിൽ സക്കാത്ത്, ഏറ്റവും നല്ല രീതിയിൽ നോമ്പ്, ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ്, ഏറ്റവും നല്ല രീതിയിൽ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ. എങ്ങനെ കൂടുതൽ അമൽ ചെയ്യാം, ഇബാദത്ത് ചെയ്യാം, എങ്ങനെ കൂടുതൽ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാം, ഒരേ സമയത്ത് എങ്ങനെ കുറെ കച്ചവടം ചെയ്യാം, കുറെ ഹോട്ടല്, കുറെ സൂപ്പർ മാർക്കറ്റ്, കുറെ കടകള്, കുറെ വരുമാനം എന്ന് ചിന്തിക്കുന്നു. ശരിയാണ്. എന്നാൽ ഒരേ സമയത്ത് ഈ ഒറ്റത്തടി കൊണ്ട് എങ്ങനെ അമൽ ചെയ്യാം? ഞാൻ ഒരാൾ ഇരിക്കെ 5-6 കടകളിൽ നിന്ന് വരുമാനം വരുന്നു, കുറെ പീഡികമുറികളിൽ നിന്ന് മാസവാടക വരുന്നു. ശരിയാണ്, ബുദ്ധിയുള്ളവനാണ്, ബുദ്ധിയുള്ളവളാണ്. എന്നാൽ ഈ ഒരൊറ്റ തടി കൊണ്ട് എങ്ങനെ ഒരേ സമയത്ത് കുറെ ഇബാദത്ത് ചെയ്യാം, കുറെ ആരാധനകൾ ചെയ്യാം, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാം? അതിന്റെ വഴി ഏതാണ്? പഠിക്കാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറായിരിക്കുകയാണ്. അതിനി പ്രാവർത്തികമാക്കണം. ഒരൊറ്റ തടി കൊണ്ട് 1000 ഇബാദത്ത്, 1000 രൂപ കൊണ്ട് 1 കോടി രൂപയുടെ ഗുണം എന്നിങ്ങനെ. ഏതാണ് സദഖ ജാരിയ? എവിടെയാണ് കൂടുതൽ കൂലി കിട്ടുക? എവിടെയാണ് സൽക്കർമ്മം എന്നാലോചിക്കുവാൻ. താടി രോമങ്ങൾ കൊണ്ട് കൂലി കിട്ടുന്നത് ആർക്കാണ്? താടി വളർത്തിയവർക്കാണ്. അല്ലേ? അതുപോലും നശിപ്പിക്കുന്നു, വെറുതെ യാതൊരു ഉപകാരവുമില്ലാതെ. ഈ രാജ്യത്ത്, ഈ ലോകത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 99% എന്ന് പറയാം നമസ്കാരങ്ങളെ നശിപ്പിക്കുന്നത് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരാണ്. വസ്ത്രം താഴ്ത്തിയിടുന്നവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടിട്ടില്ലേ? മിക്കവാറും മനുഷ്യർ ഞെരിയാണിക്ക് താഴെ മനഃപൂർവം അറിഞ്ഞുകൊണ്ടാണ് പാന്റ് വാങ്ങുന്നത്, അറിഞ്ഞുകൊണ്ടാണ് തുണിയെടുക്കുന്നത്. തുണിയെടുക്കുമ്പോ താഴേക്ക് നോക്കുന്നുണ്ട്, മേപ്പെട്ടല്ല നോക്കുന്നത്. അല്ലേ? എന്തിന് സഹോദര? അതുകൊണ്ട് ആ ഖബറിലെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഖബറിലെ ഫിത്ന അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖബറിലെ ഫിത്ന, അതാണ് അവസാനത്തെ സത്യവിശ്വാസിയുടെ ഫിത്ന. എന്താ?
റബ്ബാരാന്ന് ചോദിച്ചു, മറുപടി പറഞ്ഞു. ദീനേതാന്ന് ചോദിച്ചു, മറുപടി പറഞ്ഞു. ഈ ആളെപ്പറ്റി നിങ്ങൾ അഭിപ്രായം എന്താന്ന് ചോദിച്ചു, മറുപടി പറഞ്ഞു. അപ്പോഴും മലക്കുകൾ നമ്മളെ മിരട്ടുകയാണ്, റബ്ബാരടാ. അപ്പൊ നമുക്ക് സംശയം തോന്നുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? ഈമാൻ നല്ലവണ്ണം കത്തിജ്വലിച്ചു നിൽക്കണം. ജാജ്വല്യമാനമായ പ്രകാശം ഉണ്ടാകണം. കരുത്തുള്ള ഈമാൻ ഉണ്ടാകണം. ചെറിയ ഈമാൻ പോരാ, വോൾട്ടേജ് കമ്മിയായ ഈമാൻ പോരാ. അതുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കണം. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണേന്ന്. വസ്ത്രം നുരുമ്പുന്ന പോലെ ഈമാൻ നിങ്ങളുടെ ഉള്ളിൽ നുരുമ്പിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈമാൻ പുതുക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് എല്ലാ സത്യവിശ്വാസിക്കും നേരിടാനുള്ള അവസാനത്തെ ഫിത്ന ഈ രണ്ടാം ചോദ്യമാണ്. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും, എങ്ങനെ ചോദിച്ചാലും, മറിച്ചും തിരിച്ചും വളച്ചും ചെരിച്ചും ചാച്ചും ചോദിച്ചാലും റബ്ബല്ലാഹുവാണെന്ന് പറയണമെങ്കിൽ റബ്ബ് അള്ളാഹുവാണെന്ന് അറിഞ്ഞാൽ പോരാ, അതറിയാത്ത ആരുമില്ല. ദീൻ ഇസ്ലാമാണെന്ന് അറിഞ്ഞാൽ പോരാ, മുഹമ്മദ് റസൂലാണെന്ന് അറിഞ്ഞാൽ പോരാ. പിന്നെയോ ഈമാൻ ഉള്ളിൽ കയറണം, അമലും ഇബാദത്തും ഉണ്ടാകണം. അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ മക്കൾക്കുണ്ടാകണം, മാതാപിതാക്കൾക്കുണ്ടാകണം, കൂട്ടുകാർക്കുണ്ടാകണം, നാട്ടുകാർക്കുണ്ടാകണം. അതാണ് ആവശ്യം. അതുകൊണ്ട് ആരാ ബുദ്ധിയുള്ളവന്മാർ? അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെപ്പറ്റി കൂടുതൽ ഓർക്കുന്നവർ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണാനന്തര യാത്രക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവർ. സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഭീകരമായ നരകശിക്ഷയിൽ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ. റഹ്മുർ-റഹീമിനായ തമ്പുരാനെ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണമേ. അല്ലാഹുവേ, ഖബറിലെ ചോദ്യത്തിന് ശരിയായ രീതിയിൽ മറുപടി പറയാനുള്ള മനസ്സുറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ. പടച്ചവനെ, സത്യവിശ്വാസിക്ക് നേരിടാനുള്ള അവസാനത്തെ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ റഹ്മുർ-റഹീമിനായ തമ്പുരാനെ രക്ഷപ്പെടുത്തുമാറാകണമേ. ഏറ്റവും കൂടുതൽ മരണത്തെപ്പറ്റി ഓർക്കുന്ന, മരണാനന്തര യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്ന ബുദ്ധിയുള്ളവരിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കൂട്ടുകുടുംബാദികളെയും നീ ഉൾപ്പെടുത്തുമാറാകണമേ. പടച്ചവനെ, വിഡ്ഢിത്തത്തിൽ നിന്ന്, അവിവേകത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന്, അലസതയിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണമേ. കൂടുതൽ 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 അമലുകളും ഇബാദത്തുകളും ചെയ്തും സ്വർഗ്ഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ തൗഫീഖ് നൽകണമേ റബ്ബേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും.